പരിപ്പ് കറിക്ക് വേണ്ടി ചെറുപയർ പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താണേ. നന്നായി വേവിച്ചെടുത്ത ചെറുപയർ പരിപ്പ് ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് കടയിൽ നിന്ന് പരിപ്പായിട്ട് കിട്ടില്ലേ, ചെറുപയർ പരിപ്പായിട്ട് കിട്ടില്ലേ, ആ പരിപ്പല്ല കേട്ടോ. ഞാൻ പയറ് വറുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പരിപ്പാക്കി എടുത്തതാണേ. അപ്പം അങ്ങനെ തയ്യാറാക്കിയെടുത്ത പരിപ്പാണ് ഞാനിന്ന് കറിക്ക് ഉപയോഗിക്കുന്നത്. പയറ് പരിപ്പ് തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക്, കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കയറി കാണാം കേട്ടോ. അരപ്പിനായി ആവശ്യമുള്ളത്ര തേങ്ങ എടുക്കാം. അതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പൊടിയായാലും കുഴപ്പമില്ല. ഇനി മുഴുവനോടെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ജീരകവും 2 വെള്ളുള്ളിയും 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. ശേഷം ഇത് വേവിച്ച് വെച്ചേക്കുന്ന പയറുപരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാക്കി എടുക്കാം. തിളച്ചു പോകരുത്. ചെറുതീയിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഒരല്പം നെയ്യ് കൂടി അതിനകത്ത് ചേർത്ത് ഇളക്കി ചേർക്കാം. രുചികരമായ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ സദ്യക്ക് ഉപയോഗിക്കുന്ന പരിപ്പ് കറിയില്ലേ, അതാണേ. അപ്പോൾ മോൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കറിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണിത്. അപ്പം ഞാൻ എന്താ പാത്രത്തിലേക്ക് മോൾക്ക് വേണ്ട ചോറെടുക്കുകയാണ്. അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും 2 കഷ്ണം വറുത്ത മീനും വെക്കുന്നുണ്ട്. പരിപ്പ് കറി ഞാനിതാ പാത്രത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ഉള്ള കറികൾ കേട്ടോ.